മൈഗ്രെയിൻ ഉള്ള ധാരാളം പേർക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഉണ്ടാവാം. അതുപോലെ വയറിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് മൈഗ്രെയിനും കോമൺ ആയി കാണാം. ഈ രണ്ട് കണ്ടീഷൻസും കണക്റ്റഡ് ആണ്. ഇപ്പോ എച്ച് പൈലോറി ഇൻഫെക്ഷൻ ഇത് കുടലിനെ എഫക്ട് ചെയ്യും. ആ ടൈമില് ഇൻഫ്ലമേഷൻ തടയുന്ന നല്ല ബാക്ടീരിയാസ് കുറയുകയും മോശം ബാക്ടീരിയകൾ വർദ്ധിക്കുകയും ചെയ്യും. സോ റിപ്പീറ്റഡ് ആയ ഇൻഫ്ലമേഷൻസ് വരും. ഇത് ബ്രെയിനിലെ ബ്ലഡ് വെസൽസ്, സർക്കുലേഷൻ, നെർവ്സിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കും. കൂടാതെ നമ്മുടെ ബോഡിയിൽ ഒരു വാഗസ് നെർവ് ഉണ്ട്. ഇത് വയറിനെയും തലച്ചോറിനെയും ബന്ധിപ്പിക്കുന്നു. സോ എന്തെങ്കിലും ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ബ്രെയിനിൽ റിഫ്ലക്ട് ചെയ്യും. ഇങ്ങനെ വരുമ്പോൾ അവർക്ക് മൈഗ്രെയിൻ ട്രിഗർ ചെയ്യാം. മാത്രമല്ല കുറെ പേര് തലവേദന ഉണ്ടെങ്കിൽ പെയിൻ കില്ലർ കഴിക്കുന്നത് കാണാം. ചില ആളുകളിൽ ഇത് അവരുടെ വയറിന്റെ ആരോഗ്യത്തെ ബാധിക്കും. സോ പിന്നെയും മൈഗ്രെയിൻ ഉണ്ടാവും. തലവേദനയ്ക്ക് താൽക്കാലികമായി ഒരാശ്വാസം കിട്ടുക എന്നുള്ളതല്ല. ഇത്തരം കേസിൽ മൈഗ്രെയിനിന് മാത്രമല്ല വയറിന്റെ ആരോഗ്യ പ്രശ്നങ്ങളും മാനേജ് ചെയ്യേണ്ടതായി വരും. ഇങ്ങനെയുള്ള മൈഗ്രെയിൻ ഇൻഫർമേഷൻസിന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.